കേരള പോലീസ് അസോസിയേഷൻ KAP 4ാം ജില്ലാ സമ്മേളന സംഘാടക സമിതി യോഗം ബറ്റാലിയൻ ഡ്രിൽ ഹാളിൽ സംഘടിപ്പിച്ചു. ഡെപ്യൂട്ടി കമാൻഡന്റ് A. ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു. 32 വർഷത്തിനിടയിൽ 17 വർഷം മുന്നേ വന്നവരൊക്കെ കമാൻഡ് ഉണ്ടായി. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അതിന് നമ്മൾ ഈ കയറുമ്പോൾ സർവീസിൽ കയറുമ്പോൾ തന്നെ ഈ സീനിയറിറ്റി കാര്യങ്ങളും റെഡിയായി കഴിച്ചാൽ നമ്മൾ ഈ കേസിന് കൂട്ടത്തിന് പോകേണ്ട ഒരു ആവശ്യമില്ല. ഇന്ന് കേരളത്തില് അന്നൊക്കെ സ്പോർട്സുകാരാണ് കേസിന് പോകുന്നത്. ഇന്ന് സ്പോർട്സുകാരല്ല, അല്ലാതെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്പർ, ഒരു ക്ലർക്കിന് നമ്മുടെ നമ്പർ, ഒരു PC നമ്പർ, ഒരു അമിതാരെയും PC-മാരെയും തിരിച്ചറിയാത്ത ഒരു കാലഘട്ടവും കടന്നു പോകുന്നുണ്ട്. എന്ന് വെച്ചാൽ ASI ആണോ സീനിയർ, അമിതാറാണോ സീനിയർ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അമിതാരെയാണ് സീനിയറായിട്ട്. അങ്ങനെ ഒരു സംഭവമുണ്ട്. ഇവിടെ മുന്നേയുള്ള നമ്മുടെ സീനിയർ ഓഫീസർമാരൊക്കെ ASI ആയിട്ട് സർവീസിൽ പ്രവേശിക്കുകയും അതിനുശേഷം ജൂനിയറായി കയറിയവർ അമിതാറായി കയറി അവര് പിന്നെ സീനിയറിറ്റി ലിസ്റ്റിൽ ഈ അമിതാറാണ് സീനിയർ. അതൊക്കെ ഒരുപാട് കഥയുണ്ട്. പ്രസിഡന്റ് ശ്രീജേഷ് അധ്യക്ഷത വഹിച്ചു. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി രാധാകൃഷ്ണൻ, പ്രസിഡന്റ് ഗംഗാധരൻ, ലിൻഷ, അഖിലേഷ് എന്നിവർ സംസാരിച്ചു. ജില്ലാ സമ്മേളന സംഘാടക സമിതി കൺവീനറായി അനൂപിനെയും ചെയർമാനായി മിഥുൻ CPയെയും യോഗം തെരഞ്ഞെടുത്തു. വനിതാ സേനാംഗങ്ങൾ ഉൾപ്പെടെ 300-ലധികം പോലീസ് സേനാംഗങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു. കേരളത്തിലെ പോലീസുകാർ ആത്മഗാനത്തോടെ ജോലിയെടുക്കുന്നതിന്റെ ഏറെ കാരണമെന്ന് പറയുന്നത് നമ്മുടെ സംഘടനയാണ്. നമ്മുടെ സംഘടന നേരിടുന്ന ഒരുപാട് നേട്ടങ്ങൾ നമ്മുടെ മുന്നിൽ. മഹാരഥന്മാരായ ജ്യോതി സാൻസാർ പോലുള്ള നേതാക്കന്മാരുടെ അക്ഷീണ പ്രവർത്തനം കൊണ്ടാണ് നമ്മുടെ സംഘടന ഇന്നും ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങൾക്കൊന്നും ഇന്നും സംഘടനയില്ലാതെ. സമഗ്ര ന്യൂസ്, കണ്ണൂർ.